ഇനി ജുമഅയുടെ സുന്നത്ത് കുളിയിൽ വെള്ളം ഉള്ളിലേക്ക് അറിയാൽ നോമ്പ് ബാത്തിലാവുമോ? ജനാബത്ത് കുളി എന്ന വലിയ കുളി പോലെ തന്നെയാണ് സുന്നത്തായ കുളി. രണ്ടും ഇസ്ലാം കൽപ്പിച്ച കുളിയാണ്. ഒന്ന് നിർബന്ധം, ഒന്ന് സുന്നത്ത്. അതുകൊണ്ട് തന്നെ സുന്നത്തായ ജുമയുടെ കുളി കുളിക്കുമ്പോഴും വെള്ളം കോരിയിട്ടാണ് കുളിച്ചതെങ്കിൽ അങ്ങനെ ഔപചാരികമായി വെള്ളം അകത്തേക്ക് കടന്നാൽ, ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ആ കുളി കൊണ്ടും ആ വെള്ളം പ്രവേശിക്കൽ കൊണ്ടും നോമ്പ് ബാത്തിലാവില്ല. പക്ഷേ ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ അങ്ങനെ ഉണ്ടല്ലോ. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. സുന്നത്തായ കുളി ഇസ്ലാം കൽപ്പിച്ചതാണെന്നും ആ കുളി വെള്ളം കോരി കുളിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് കടന്ന മുറിയില്ലെന്ന് നാം പറഞ്ഞു. എന്നാൽ ഫത്ഹുൽ മുഈൻ നോക്കുമ്പോൾ അതിൻ്റെ ബാഹ്യമായിട്ട് നമുക്ക് സുന്നത്തായ കുളിയിൽ വെള്ളം അകത്തേക്ക് പ്രവേശിച്ചാൽ അത് കോരി കുളിക്കുകയാണെങ്കിലും നോമ്പ് മുറിയിൽ തോണിപ്പോകാവുന്ന ഒരു ഇബാറത്ത്, ഒരു ലഫ്ദ് കാണാം. എന്നാൽ ഇത് ഷാഫി മദ്ഹബിൽ സ്ഥിരപ്പെട്ട മസ്അലക്ക് ഘടകവിരുദ്ധമാണ്. അപ്പോൾ ഈ സുന്നത്തായ കുളി അൽ ഗുസ്ലുൽ മസ്നൂൻ എന്ന ഫത്തൂമിലുള്ള ഇബാറത്തിന്, ആ അറബി ഉദ്ധരണിക്ക് ഇമാമിയങ്ങൾ നല്ലൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അവിടെ സുന്നത്തായ കുളി എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം, മറിച്ച് നാട്ടുനടപ്പ് കുളി. നാട്ടുനടപ്പ് കുളി എന്നൊരു കുളി സാധാരണ കുളിക്കുന്ന കുളി, ഇസ്ലാം സുന്നത്തായി കൽപ്പിച്ച കുളിയല്ല. നാട്ടുചര്യ എന്ന കുളി കുളിക്കുമ്പോൾ അകത്തേക്ക് കടന്നാൽ നോമ്പ് ബാത്തിലാകും എന്നാണ് ഫത്വമി പറഞ്ഞത്. അല്ല, സുന്നത്തായ കുളി എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒരു നോമ്പുകാരൻ പുറത്തേക്ക് വന്ന മൂലക്കൊരു ഉള്ളിലേക്ക് തന്നെ കയറ്റിയാൽ നോമ്പ് മുറിയോ? ഒരു രോഗമാണത്. ആ രോഗമുള്ള വ്യക്തിക്ക് അത് പുറത്തേക്ക് വന്നാൽ ഉള്ളിലേക്ക് കയറ്റാനില്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പോൾ ആ വ്യക്തിക്ക് ഇസ്ലാം അവിടെ മാഫ് കൊടുത്തിട്ടുണ്ട്. അതുമൂലം ആ രോഗം കാരണം അവന് വിട്ടുവീഴ്ചയുണ്ട്. അത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കടത്തിയാൽ നോമ്പ് ബാത്തിലാവില്ല. സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയോ? ഇല്ല, അത് അവൻ്റെ കുറ്റമല്ലല്ലോ. അത് നോമ്പ് മുറിയുന്ന മുമ്പ് വിശദീകരിച്ച കാര്യങ്ങൾ പെട്ടതുമല്ല. അവിടെ സംയോഗം ചെയ്യൽ, മറ്റു മാർഗത്ത് സ്കലിപ്പിക്കൽ എന്നാണ് പറഞ്ഞത്. ഇത് സ്വപ്നസ്ഖലനമാണ്, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല. ഇഞ്ചക്ഷൻ എടുക്കുക, ഗ്ലൂക്കോസ് കയറ്റുക, ഇതുകൊണ്ടൊക്കെ നോമ്പ് മുറിയോ? ഇത് അല്പം വിശദീകരിക്കേണ്ട ഒരു ചോദ്യമാണ്. സാധാരണയിൽ ജനങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇഞ്ചക്ഷൻ അടിച്ചാൽ, ഗ്ലൂക്കോസ് കയറ്റിയാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകും. എന്നാൽ യഥാർത്ഥത്തിൽ ഇഞ്ചക്ഷൻ കൊണ്ടോ ഗ്ലൂക്കോസ് കയറ്റൽ കൊണ്ടോ ഒന്നും നോമ്പ് ബാത്തിലാവില്ല. നോമ്പ് ബാത്തിലാകുന്ന ഒരു വിഷയമായിട്ട് ഇമാം അത് പറഞ്ഞിട്ടേ ഇല്ല, സൂചിപ്പിച്ചിട്ട് പോലുമില്ല. തൻ്റെ ശരീരത്തിലേക്ക് സൂചി കയറ്റിയാലും നരമ്പിലേക്ക് സൂചി കയറ്റിയാലും അതുകൊണ്ടൊന്നും നോമ്പ് ബാത്തിലാവില്ല. ഇമാമിയങ്ങൾ വളരെ വ്യക്തമായി ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു വരുന്നു. ഫസ്ദ് എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിലെ ഞരമ്പ് മുറിച്ച് രക്തമെടുക്കലാണ്. പഴയ കാലത്തെ ഒരു ചികിത്സയാണത്. അങ്ങനെ ഫസ്ത് ചെയ്താൽ അഥവാ ഞരമ്പ് മുറിച്ച് രക്തമെടുത്താൽ അവിടെ ചിലപ്പോൾ മരുന്ന് വെക്കേണ്ടി വരും. അങ്ങനെ രക്തം എടുക്കുന്നു ഞരമ്പ് മുറിച്ച്, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല. അപ്പോൾ ഉള്ളിലേക്ക് തന്നെ കത്തിയെത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഫസ്ത് കൊണ്ട് കൊത്തിവെച്ച് രക്തമെടുത്താൽ നോമ്പ് ബാത്തിലാകുന്നില്ല. അത് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഫസ്ത് എന്ന് പറഞ്ഞാൽ ഞരമ്പ് മുറിച്ച് രക്തം എടുക്കൽ എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അത് ഇമാം തുഹ്ഫയിൽ തന്നെ ഹൈതമി പറഞ്ഞു, കൊത്തിവെച്ച് രക്തമെടുത്താൽ നോമ്പ് ബാത്തിലാവില്ല. അതുപോലെ ഇമാം അർദബിലി റഹിമഹുല്ല പറയുന്നു, ഫസ്ത് ചെയ്യുക അഥവാ ഫസ്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്തം ഞരമ്പ് മുറിച്ച് രക്തമെടുക്കുക, കൊമ്പ് വെച്ച് രക്തമെടുക്കുക തലയിൽ നിന്ന്. ഈ പഴയകാല ചികിത്സ ഇതുമൂലം അവിടെ മരുന്ന് വെച്ച് ആ മരുന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വരെ നോമ്പ് ബാത്തിലാകൂലാണ്. അപ്പോൾ ഞരമ്പ് മുറിച്ചു, രക്തമെടുത്തു, അവിടെ മരുന്ന് വെച്ചു, ആ മരുന്ന് ആ ഞരമ്പിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കടന്നു, എന്നാലും നോമ്പ് ബാത്തിലാകൂല എന്ന്. അത് വളരെ വ്യക്തമാണ്. ഇഞ്ചക്ഷൻ മുഖേനയോ ഗ്ലൂക്കോസ് മുഖേനയൊന്നും നോമ്പ് ബാത്തിലാകൂല എന്ന്. അതുപോലെ തന്നെ ഒരാളുടെ തുടയിൽ കത്തി കൊണ്ട് കുത്തി, അത് കുറേ അങ്ങോട്ട് താന്നു പോയി, അതുകൊണ്ട് നോമ്പ് ബാത്തിലാകൂല എന്ന് ഇമാമ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞരമ്പിലേക്കാണെങ്കിലും മാംസത്തിലേക്കാണെങ്കിലും ഇഞ്ചക്ഷൻ മൂലമോ ഗ്ലൂക്കോസ് കയറ്റി മരുന്ന് കയറ്റൽ കൊണ്ടോ നോമ്പ് ബാത്തിലാകില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായ അഭിപ്രായം അടിസ്ഥാനരഹിതവും തെളിവില്ലാത്തതും ആകുന്നു. ഈ മദീ പുറപ്പെട്ടാൽ നോമ്പ് മുറിയോ?
അതുകൊണ്ട് നോമ്പ് മുറിയില്ല. മദീ നജസ്സായതുകൊണ്ട് അത് കഴുകൽ നിർബന്ധമാണ്. നിസ്കാരം സ്വഹിയാകണമെങ്കിൽ അത് നജസ്സാണ്, നോമ്പ് മുറിയില്ല. നോമ്പ് മുറിയുന്ന ഉള്ള് എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. ഈ ഉള്ള് എന്ന് പറഞ്ഞാൽ ഏതാകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുറക്കപ്പെട്ട ദ്വാരത്തിലേക്കൂടെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിക്കുക എന്നതാണ് നോമ്പ് മുറിയുന്ന ഒരു കാര്യം. ഈ തുറക്കപ്പെട്ട ദ്വാരം, നോമ്പ് മുറിയുന്ന ഉള്ള്, അകം, അത് ഒന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം. എങ്കിൽ അക്കാര്യം ശ്രദ്ധിച്ചാൽ ആ വിഷയത്തിൽ നമ്മുടെ നോമ്പ് കാത്തിലാകുമല്ലോ. അവൻ്റെ വായ, മൂക്ക്, ചെവി, മലമൂത്ര ദ്വാരങ്ങൾ, മുലക്കണ്ണ് എന്നിവയുടെ ഉള്ള്, ഇതാണ് ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയാണ്. വായയിലൂടെ വല്ലതും പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ മൂക്കിലൂടെ, ചെവിയിലൂടെ, മലമൂത്ര ദ്വാരങ്ങളിലൂടെ, മുലക്കണ്ണിലൂടെ ഒക്കെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. ഇതാ നോമ്പ് ബാത്തിലാവുന്ന ഉള്ളു. മൂർധാവിലൂടെയോ വയറ്റത്തുള്ള മുറിയുടെയോ വല്ലതും ഉള്ളിലേക്ക് പോയാലും നോമ്പ് മുറിയും. മൂർധാവിലൂടെ അല്ലെങ്കിൽ വയറ്റത്തുള്ള മുറിവിലൂടെ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിച്ചു എങ്കിലും നോമ്പ് മുറിയും. മൂക്കിലും ചെവിയിലുമൊക്കെ മരുന്നുറ്റിക്കാൻ നോമ്പ് ബാത്തിലാവും. മരുന്നുറ്റിച്ച നോമ്പ് ബാത്തിലാവും. അത് തുറക്കപ്പെട്ട ദ്വാരമാണല്ലോ. അപ്പോൾ ഈ നിലക്ക് വായ, മൂക്ക്, ചെവി, മലമൂത്ര ദ്വാരങ്ങൾ, മുലക്കണ്ണ്, അതിൻ്റെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിക്കൽ, അല്ലെങ്കിൽ മൂർധാവിലൂടെയോ വയറ്റത്തുള്ള മുറിയിലൂടെയോ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിക്കുക, ഈ നിലയ്ക്ക് നോമ്പ് ബാത്തിലാകുന്ന ഉള്ളൂ. വേറെ ഒരു രൂപത്തിലും നോമ്പ് ബാത്തിലാവില്ല ഈ വിഷയത്തിലൂടെ, ഈ കാര്യത്തിലൂടെ. ശൗചം ചെയ്യുമ്പോൾ നോമ്പ് മുറിയുന്ന വല്ല രൂപവും ഉണ്ടോ? ശൗചം ചെയ്യുമ്പോൾ നോമ്പ് മുറിയുന്ന രൂപമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിരൽ കൊണ്ട് ദ്വാരത്തിൽ പ്രവേശിപ്പിക്കുകയോ ശുചീകരണ വേളയിൽ നിർബന്ധമായ പരിധിക്ക് പുറത്തേക്ക് സ്ത്രീ യോനിയിൽ വിരൽ പ്രവേശിപ്പിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയും. ശുദ്ധീകരണ വേളയിൽ തൻ്റെ പിന്തുഭാഗത്തേക്ക് തൻ്റെ കൈവിരൽ പ്രവേശിപ്പിച്ചാൽ നോമ്പ് ബാത്തിലാകും. അതുപോലെ തന്നെ ഒരു സ്ത്രീ ശുദ്ധിയാക്കുമ്പോൾ, മൂത്രിച്ച് ശുദ്ധിയാക്കുന്ന വേളയിൽ ശുദ്ധിയാക്കേണ്ടതായ ആ ഒരു സ്ഥലമുണ്ട്, തൻ്റെ കാൽപ്പാടത്തുമ്പോൾ സ്ത്രീ ഇരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലം, അതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്ത്രീ തൻ്റെ കൈ യോനിയിൽ പ്രവേശിപ്പിച്ചാലും നോമ്പ് ബാത്തിലാകും. ഇത് പ്രത്യേകമായി സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ നോമ്പ് കാലത്ത് യോനിയിൽ പഞ്ഞി നിറച്ചാൽ നോമ്പ് മുറിയോ? നോമ്പ് കാലത്ത് ഇസ്തിഹാത്തുള്ള പെണ്ണ് നിസ്കരിക്കണമെങ്കിൽ യോനിയിൽ പഞ്ഞി നിറക്കണം. എന്നങ്ങനെ പഞ്ഞി നിറച്ചാൽ നോമ്പ് ബാത്തിലാവുകയും ചെയ്യും. അപ്പോൾ അവൾക്ക് നോമ്പിനാണ് കൂടുതൽ പരിഗണന അവൾ നൽകേണ്ടത്. അപ്പോൾ പഞ്ഞി നിറക്കാൻ പാടില്ല. പഞ്ഞി നിറക്കാതെ ശീല കൊണ്ട് പുറഭാഗം വെച്ച് കെട്ടിയിട്ട് നിസ്കരിക്കണം. എന്നാൽ ആ നോമ്പ് സ്വഹിയാകും, നിസ്കാരം അപ്പോൾ സ്വഹിയാകും. അപ്പോൾ നോമ്പിനല്ല അവൾ പരിഗണന, നോമ്പിനാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. അവിടെ നിസ്കാരത്തിനല്ല. പഞ്ഞി നിറക്കരുത് യോനിയിൽ. പഞ്ഞി നിറച്ചാൽ ഉള്ളിൽ നിറച്ചത് കൊണ്ട് നോമ്പ് ബാത്തിലാകും, നിറക്കാൻ പാടില്ല. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയോ? മറ്റൊരാളുടെ നിർബന്ധം അയാൾ ഭീഷണിപ്പെടുത്തുക. നോമ്പ് പിടിച്ച മനുഷ്യനോട് ഭക്ഷണം കഴിച്ചോ അലിപ്പനെ കൊന്നുകളയും, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭീഷണിയിൽ ഇയാൾ വഴങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചാൽ അത് അദ്ദേഹത്തെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാത്തത് കൊണ്ട് നോമ്പ് ബാത്തിലാകൂല, നോമ്പ് മുറിയുന്നതല്ല. മനഃപൂർവ്വം സംയോഗം കൊണ്ട് നോമ്പിനെ ഫസാദാക്കിയാൽ ഖളാ വീട്ടുന്നതിന് പുറമെ എന്താണ് പ്രായശ്ചിത്തമായിട്ട് നൽകേണ്ടത്? ഇവിടെയാണ് വളരെ ഗൗരവമായ തെറ്റുള്ളത്. സംയോഗം മുഖേനയാണ് നോമ്പിനെ അദ്ദേഹം ബാത്തിലാക്കിയത്, നഷ്ടപ്പെടുത്തിയത്. ഇവിടെ ആ നോമ്പ് അദ്ദേഹം ഖളാ വീട്ടണം എന്നതിന് പുറമെ ഒരു പ്രായശ്ചിത്തം കൂടി നൽകൽ നിർബന്ധമാണ്. അത് മുസ്ലിമായൊരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. ഇന്ന് നമുക്കത് പ്രായോഗികമല്ല, നമ്മുടെ ഇവിടെ നിന്നും അടിമകളില്ല. അതുകൊണ്ട് അതിന് സാധിക്കാത്തത് കൊണ്ട് തുടർച്ചയായി 60 നോമ്പ് പിടിക്കണം. ഒരു നോമ്പ് സംയോഗ മുഖേന ബാത്തിലായതുകൊണ്ട് ആ നോമ്പ് ഖളാ വീട്ടുകയും 2 മാസം തുടരെ 60 ദിവസം തുടരെ അദ്ദേഹം നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ 2 മാസം തുടരെ നോമ്പ് പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് 600 ഗ്രാം അരി എന്ന നിരക്ക് 60 മിസ്കീമാർക്ക് 60 മുദ്ദ് ഭക്ഷണം അരി കൊടുക്കൽ നിർബന്ധമാണ്. ഇതാണ് ആ സംയോഗ മുഖേന നോമ്പ് നഷ്ടപ്പെട്ട ആളെ പ്രായശ്ചിത്തം. അടിമയെ മോചിപ്പിക്കലാണ് ഒന്നാമതുള്ളത്, അതൊന്ന് പ്രായോഗികമല്ല. രണ്ടാമതുള്ളത് 2 മാസം തുടരെ നോമ്പ് പിടിക്കുക.
അതിന് സാധ്യമല്ല, ആരോഗ്യമില്ല എങ്കിൽ മാത്രമേ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങാൻ പറ്റൂ. അതായത് ഓരോ മിസ്കിമാർക്കും ഓരോ മുദ്ദ് അരി എന്ന നിലക്ക് 60 മിസ്കിമാർക്ക് 60 മുദ്ദ് ഭക്ഷണം കൊടുക്കുക. ഈ പ്രായശ്ചിത്തമാണ് സംയോഗോപാത്രയായ ഉള്ളത്. ഗർഭനിരോധ ഉറ ഉപയോഗിച്ചിട്ട് ഭാര്യയുമായി നോമ്പിന്റെ പകലില് ബന്ധപ്പെട്ടാൽ ഈ പ്രായശ്ചിത്തം ഒഴിവായി കിട്ടുമോ? ഒരിക്കലും ഒഴിവാകുകയില്ല. ഉറ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പ്രായശ്ചിത്തം നിർബന്ധമാണ് എന്ന് തുഹ്ഫയിൽ വളരെ വ്യക്തമായി ഷെയ്ഖുന ഇബ്നുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രിയസ്ഖലനമില്ലാത്ത രൂപത്തിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിന്റെ വിധി എന്താ? റമളാനിന്റെ പകലിൽ ആ സ്ത്രീ ഭാര്യയാണെങ്കിലും ഇടങ്ങിച്ചാൽ ഹറാം. സ്കരിക്കുന്നില്ലെങ്കിലും സ്കരിച്ചാൽ പിന്നെ നോമ്പ് ബാത്തിലായി, അല്ലെങ്കിൽ നിഷിദ്ധമാണ്, ഹറാമ് ചെയ്തു, നോമ്പിൻ്റെ പവിത്ര നഷ്ടപ്പെടും, നോമ്പ് സ്വഹിയാകുമെങ്കിലും. അതേസമയം അവിടെ തന്നെ നഗ്നമായി ആലിംഗനം ചെയ്താൽ ആ വ്യക്തിക്ക് സ്കരിച്ചാൽ നോമ്പ് മുറിയുകയും ചെയ്യും. ഹറാമ് മാത്രമല്ല, നോമ്പ് മുറിയുകയും ചെയ്യും. റമളാൻ മാസം പകല് അമുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? അതെ, വളരെ പ്രസക്തമാണിത്. റമളാൻ നോമ്പ് നിർബന്ധമില്ലാത്തവരാണ് കാഫിര്യങ്ങൾ, അമുസ്ലിങ്ങൾ. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നമ്മൾ ആദ്യമേ പറഞ്ഞത്. എങ്കിലും ഇസ്ലാം പറയുന്നത് അവർക്കും നോമ്പ് കൊണ്ട് കൽപ്പനയുണ്ട് എന്നാണ്. നോമ്പ് നിർബന്ധമില്ലെങ്കിലും അത് ഇസ്ലാം ഇല്ലാത്തതുകൊണ്ട്, ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. എങ്കിലും നോമ്പ് കൊണ്ടുള്ള മൊത്തത്തിലുള്ള കൽപ്പന അവർക്കുമുണ്ട്. അതുകൊണ്ട് കാഫിര്യങ്ങൾക്ക് നോമ്പിൻ്റെ പകലിൽ നാം ഭക്ഷണം കൊടുക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്, ഒരിക്കലും പാടില്ല. അതിൻ്റെ പേരിൽ അവന് കുറ്റം ലഭിക്കും, ഹറാമിൻ്റെ കുറ്റം കിട്ടും. അപ്പോൾ കാഫിര്യങ്ങളായ വ്യക്തികളെ റമളാനിൽ നാം ജോലിക്ക് വിളിച്ചാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഭക്ഷണം കൂടി അവരുണ്ടാക്കിക്കോട്ടെ, നാം കൊടുക്കാൻ പറ്റില്ല എന്ന്. നമ്മുടെ വീട്ടിൽ നാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ തെറ്റാണ്. വികാരം ഇളകി പുറപ്പെടുന്ന രീതിയിൽ ഭാര്യയെ ചുംബിക്കുന്നത് ആവർത്തിക്കൽ കുറ്റമാണെന്ന് കേട്ടു. ഇത് ശരിയാണോ? അതെ, അത് ശരിയാണ്. അത് തെറ്റുള്ള കറഹത്താണ്. വികാരം ഇളകി പുറപ്പെടുന്ന രീതിയിൽ ചുംബനം ആവർത്തിക്കൽ, അത് ഭാര്യയോടാണെങ്കിലും അത് തെറ്റാണ്, തെറ്റുള്ള കറഹത്താണ് അത്. നോമ്പ് പിടിക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ്? 2 പെരുന്നാൾ ദിനങ്ങൾ, അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ, അഥവാ ദുൽഹിജ്ജ 11, 12, 13. അതുപോലെ ഷാബാൻ 15 ശേഷം കേവലം സുന്നത്ത് നോമ്പ് പിടിക്കൽ. ഷാബാൻ 30 അന്ന് റമളാന്റെ സ്ഥിരീകരണം വരാത്ത ദർശനമുണ്ടാകുമ്പോഴും നോമ്പ് പിടിക്കൽ ഹറാമാണ്. ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ സ്വഹിയാവുകയും ഇല്ല. ഇപ്പോൾ ഷാബാൻ്റെ 30 മാസം കണ്ടു എന്ന് കേൾക്കുന്നുണ്ട്, കാത് സ്ഥിരീകരിച്ചിട്ടില്ല, എന്നാൽ അന്ന് നോമ്പ് പിടിക്കാൻ പറ്റൂല. ആ നോമ്പ് പിടിച്ചാൽ സ്വഹിയാവുകയും ഇല്ല.